ക്രിസ് ഹെംസ്വർത്ത് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിലും ട്വിറ്ററിലും ഇട്ട ഒരു പോസ്റ്റ് എല്ലാവരും കണ്ടു കാണുമായിരിക്കും. ഈ ഒരു പോസ്റ്റ് വന്നതിന് ശേഷം ഒരുപാട് സ്പെക്കുലേഷൻസും ഫാൻ തിയറീസും ഒക്കെ വരുന്നുണ്ട്. അതായത് ആ ഒരു പോസ്റ്റ് ആക്ച്വലി ഒരു താങ്ക് യു നോട്ടായിട്ടാണ് എല്ലാവരും വായിച്ച സമയത്ത് തോന്നിയത്. അതായത് തോറിനെ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത എല്ലാ ഫാൻസിനും, അതായത് ഹെംസ്വർത്തിൻ്റെ കരിയറിലെ ബെസ്റ്റ് ക്യാരക്ടർ ആയിരുന്നു തോർ എന്ന് പറഞ്ഞാൽ, ആ ഒരു ക്യാരക്ടറിനുള്ളൊരു ട്രിബ്യൂട്ട് അല്ലെങ്കിൽ ഒരു താങ്ക്സ് ഒക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി പോസ്റ്റ് എടുത്തപ്പോൾ അടുത്ത സിനിമ ഡൂംസ്ഡേ ആണ് എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും അവസാനം പറഞ്ഞിട്ടുള്ളത്. അപ്പം ഫാൻസ് അല്ലെങ്കിൽ ഫാൻ തിയറികളിൽ കൂടുതലായിട്ട് സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡൂംസ്ഡേ ആയിരിക്കും തോറിൻ്റെ അവസാനത്തെ സിനിമ, തോർ ഈ ഒരു സിനിമയിൽ മരിക്കുന്ന ഒരു സിനാരിയോ ആണ് എല്ലാവരും പറയുന്നത്. പിന്നെ പലരും പറയുന്നത് ഹെംസ്വർത്ത് ഈ 2 സിനിമകൾ കഴിഞ്ഞിട്ട് കരിയർ എൻഡ് ചെയ്യുകയാണ്, അതായത് ആ ഒരു അൽഷിമേഴ്സിൻ്റെ ഒരു പ്രശ്നം പുള്ളിക്ക് വരും, അങ്ങനെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് കരിയർ എൻഡ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ കരിയർ ബ്രേക്ക് എടുക്കുകയാണെന്നുള്ള രീതിയിൽ സംസാരമുണ്ട്. ഓക്കെ, ഞാൻ നോക്കുമ്പോൾ കൂടുതലും കണ്ടത് ഈ പറയുന്നത് പോലെ തോറിൻ്റെ അവസാന സിനിമയായിരിക്കും ഡൂംസ്ഡേ എന്നുള്ളതാണ്. പക്ഷേ ഈ തോർ 5 പറ്റിയിട്ട് മാർവൽ ഓൾറെഡി ഒരു ഡിസ്കഷൻസ് തന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ സിനിമ വരും എന്നുള്ളതിനെ പറ്റിയിട്ട് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം തോർ 5 എന്ത് സംഭവിച്ചു എന്നുള്ളത് അറിയാനായിട്ട് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട്. ഇതിപ്പോൾ നമുക്കറിയില്ല എന്താണ് പുള്ളി ഉദ്ദേശിച്ചതെന്നുള്ളത്. വെറുതെ അടുത്തൊരു സിനിമയ്ക്ക് പോകുന്നതിന് മുമ്പൊരു ചുമ്മാ ഒരു പോസിറ്റേ ആണെങ്കിലും ഇത് ഭയങ്കര രീതിയിൽ ഫാൻ തിയറികളും സ്പെക്കുലേഷൻസും ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? തോർ 5 വരുമോ അതോ ഡൂംസ്ഡേ ആയിരിക്കുമോ തോറിൻ്റെ അവസാന സിനിമ?